അല്ല വസ്ത്രധാരണം ശരിയാക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിഷയത്തിൽ അത് ആ ഒരു കാര്യം വരുന്നില്ലല്ലോ. ഇത് ശരിക്ക് ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് പറയും. 1930s എൻഡിലൊക്കെ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് വെച്ചാൽ. നമുക്ക് മനുഷ്യന്മാർക്ക് പല ടൈപ്പിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അത് ഓഫീസിൽ നിന്നുണ്ടാവും, ഫാമിലിയിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ടാവും, പല ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ, ഒരാൾക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അയാളിൽ നിന്നൊരു അഗ്രസീവായിട്ടുള്ളൊരിത് പുറത്ത് വരും. നമുക്ക് ദേഷ്യം വരും. ചിലപ്പോൾ ഇപ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് റോട്ടിൽ ആളുകൾ അഗ്രസീവ് ആകുന്നത്. അത് ആ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ പറയുന്ന വേറൊരു സംഗതിയാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്നുള്ളത്. ഈ ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരാൾക്ക് ഓഫീസിൽ നിന്ന്, ബോസിൽ നിന്ന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ബോസിനോട് തിരിച്ച് അഗ്രഷൻ കാണിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്നെക്കാളും പവർ കൂടിയതാണ്, ഞാൻ അവിടെ അത് ചെയ്താൽ എൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളോട് എന്ത് ചെയ്യും, ഈ അഗ്രഷൻ കാണിക്കും. ഇതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് പോയിന്റിൽ നിന്ന് എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി, അതേ ടാർഗറ്റിൽ പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് എൻ്റെ അഗ്രഷൻ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ടാർഗറ്റിലല്ലാത്ത വേറൊരു ടാർഗറ്റിൽ ഞാൻ എൻ്റെ അഗ്രഷൻ പ്രകടിപ്പിക്കുന്നതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് 2021 ആദം ലെങ്ഫാർഡ് അദ്ദേഹം നടത്തിയ പഠനമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു പ്രൊഫസറാണ്, ക്രിമിനൽ സ്റ്റഡീസിലുള്ള പ്രൊഫസറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ആളുകൾക്ക് പല രൂപത്തിൽ സെക്ഷലി ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ ഹോർഡിങ്സ് ഒക്കെ ഒന്നും വേണ്ട, നമ്മൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേയിൽ എത്ര വിമൺ ഇന്നർ വെയേഴ്സിൻ്റെ ഹോർഡിങ്സ് ഉണ്ട് നോക്കിയാൽ, അതിലെങ്ങനെയാണ് വിമനെ റിപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു ടാർഗറ്റിൽ നിന്നൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി. അതായത് ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു പെണ്ണിൽ നിന്നൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി. അത് ഞാൻ നിരന്തരം അതിനോട് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ആ ടാർഗറ്റിനോട് എനിക്ക് ഇത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അത് ചിലപ്പോൾ അത് സെലിബ്രിറ്റി ആവും. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. എനിക്ക് ആ പെണ്ണിനെ അവൈലബിൾ അല്ല, പൂർത്തീകരിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർക്ക് പവർ കൂടുതലാണ്. ഞാൻ അവൈലബിൾ ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു നിലക്കും അതിലേക്ക് അപ്രോച്ചബിലിറ്റി ഇല്ല. സ്വാഭാവികമായിട്ട് ഈ ഫ്രസ്ട്രേഷൻ കൂടി കഴിയുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ മറ്റൊരു ടാർഗറ്റിൽ ഈ അഗ്രഷൻ തീർക്കും, സെക്ഷൽ അഗ്രഷൻ. അങ്ങനെയാണ് സെക്ഷൽ വയലൻസുകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സത്യത്തിൽ നോർമലി നമ്മളുടെ മീഡിയകളിലും അല്ലെങ്കിൽ പൊതുനിരത്തുകളിലും എല്ലാം സ്ത്രീകളുടെ സെക്ഷലി എക്സ്പോസ്ഡ് ആയ അവരുടെ വസ്ത്രധാരണങ്ങളും അല്ലെങ്കിൽ മാനറിസങ്ങളും എല്ലാം പുരുഷനിൽ ഉണ്ടാക്കുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ആ ഫ്രസ്ട്രേഷൻ പൂർത്തീകരിക്കപ്പെടുന്നതാണ് ഈ വൃദ്ധരായ സ്ത്രീകളുടെയും അല്ലെങ്കിൽ കുട്ടികളായ സ്ത്രീകളുടെയൊക്കെ ശരീരത്തിൽ സെക്ഷൽ വയലൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോഴും ഉത്തരവാദികളായിട്ട് അതൊരു ബ്ലെയിം ഗെയിം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന് സൊസൈറ്റിയിലൊരു വലിയ കാരണം ഇന്നും ഈ സെക്ഷലി എക്സ്പോസ്ഡ് ആയ സൊസൈറ്റി ആണെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.